മല്ലൂസ് പറഞ്ഞതുപോലെ ദിലീപും പൃഥ്വിരാജും രണ്ട് ചേരികളായി ഇപ്പോൾ അവർ സന്തോഷത്തിൻ്റെ ഒരു പാരമ്യതയിലാണ്. അത് ഏത് സമയത്തും സംഘടനമാകാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില താരങ്ങൾ വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. രണ്ട് താരങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച് നിഷ്പക്ഷമായി നിൽക്കുന്ന ചില താരങ്ങളുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ നിലപാടെടുത്തിരിക്കുന്നത് സായികുമാറും സിദ്ദിഖുമാണ്. രണ്ടുപേരും മമ്മൂട്ടിക്കും മോഹൻലാലിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ നിഷ്പക്ഷമായി നിൽക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ശ്രീ മല്ലൂസിന് എന്ത് തോന്നുന്നു? അതിൻ്റെ ഗുണവും കാണാനുണ്ട്. ഈ രണ്ട് താരങ്ങളുടെ സിനിമകളിലും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. എനിവേ അവരെടുത്ത നിലപാടിനെ ഞാൻ അനുകൂലിക്കുന്നു. അവർ തമ്മിൽ ഒരു അടി കൂടുകയല്ല വേണ്ടത്. രണ്ടുപേർക്കും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സായികുമാറിൻ്റെയും സിദ്ദിഖിൻ്റെയും ഈ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. പോര് തുടങ്ങി സർവനാശത്തിലേ ഇത് അവസാനിക്കൂ. ഇരുപക്ഷത്തിനും അവരുടെ ആളെന്ന തോന്നലുണ്ടാക്കിയാവും എന്റെ നില. തമ്മിത്തല്ലി ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം. കൂട്ടുകൂടി നടക്കുമ്പോ പലപ്പോഴും പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും മനസ്സിലെ പക ഇടയ്ക്കൊക്കെ ഇങ്ങനെ നീറി വരും. അതുകൊണ്ട് അവന്മാരെ തമ്മി തല്ലിക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. അതേതായാലും ഉപകാരപ്പെട്ട്. ഇനി ഇതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചത്തോളും. നീ കണ്ടോ? ശരി, ഏതായാലും നമുക്ക് തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. മിസ്റ്റർ മല്ലൂസ്, സമയമായി കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം കോഴിക്കോട് അങ്ങാടി ഒരു ഐതിഹാസികമായ നാടൻ തല്ലിന് വേദിയാവുകയാണ്. ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സംഘടന ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതും ടെലസ്കോപ്പ് ബോധപൂർവം ഇവർ തമ്മിലുള്ള സംഘടന ഇത്രയും നേരം ഈ സമയം ഇത്രയും വലിച്ചു നീട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. രണ്ട് സൂപ്പർ താരങ്ങളെയാണ് നമ്മളിവിടെ നാടൻ തല്ലിന് വേണ്ടി കോഴിക്കോട് അങ്ങാടിയിൽ എത്തിക്കേണ്ടത്. പിന്നെ പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം കോഴിക്കോട് അങ്ങാടിയിൽ വെച്ച് മാത്രമല്ല, പാലക്കാട് ഗസ്റ്റ് ഹൗസ്, ട്രിവാൻഡ്രം സ്റ്റുഡിയോ ഫ്ലോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾ ഈ സംഘടന ചിത്രീകരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ സമയത്തെയും ഓരോ സ്ഥലത്തെയും ഓരോ സംഘടന അവസ്ഥകളും നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കാണാം. ആദ്യം നമുക്ക് കോഴിക്കോട് അങ്ങാടിയിലേക്ക് തിരിയാം. അതിനു മുമ്പ് ഈ സംഘടനത്തിൽ പൊതുജനങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി, അവരെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി ഒരുപാട് നമ്പറുകൾ, ഒരുപാട് അടവുകൾ മോഹൻലാലും മമ്മൂട്ടിയും കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ കൂടുതലായി കേരളത്തിലുള്ള അല്ലെങ്കിൽ ടെലസ്കോപ്പിൻ്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്താണ് കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീ മോഹൻലാൽ തന്നെ പറയട്ടെ. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കഴുക്കോലൂരുക, പുര കത്തുമ്പോൾ വാഴ നടുക എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. ന്യൂ ഇയർ പ്രമാണിച്ച് ടെലസ്കോപ്പിലൂടെ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ സൂപ്പർ താരങ്ങളുടെ നാടൻ തല്ല് അല്ലെങ്കിൽ സൂപ്പർ ഫൈറ്റ് തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ പോലും ഇല്ല. ഇപ്പം ആരംഭിക്കുകയാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നമ്മൾ ആ അങ്ങാടിയുടെ മൈതാനത്തിൻ്റെ നടുമധ്യ ഭാഗം, അതായത് സെൻറ്റർ നമ്മൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതാ മോഹൻലാൽ തികച്ചും ഒരു സാധാരണക്കാരനെ പോലെയാണ് വന്നിറങ്ങിയിരിക്കുന്നത്. ഒരു ബസ്സിൽ അദ്ദേഹം വന്നിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചാക്ക് മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷെ ചാക്കിനകത്ത് അദ്ദേഹം ഈ സംഘടനത്തിന് അടിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, മമ്മൂട്ടി ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇതാ മമ്മൂട്ടി വളരെ അത്ഭുതകരമായ രീതിയിൽ മോഹൻലാലിനെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ അതിലും സാധാരണക്കാരനായാണ് അദ്ദേഹം. ഒരു ഹെർക്കുലീസ് സൈക്കിളിലാണ് അദ്ദേഹം വന്നിറങ്ങിയിരിക്കുന്നത്. മമ്മൂട്ടി രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് തോന്നുന്നു പുറപ്പാട്. ഇതാ മോഹൻലാലും ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു.
ഈ ആൾക്കാരുടെ മുമ്പ് വെച്ചാണ് ഇടിച്ചെങ്കിലും അളിയന്റെ കൈ കൊണ്ടുള്ള ഇടിക്ക് ഒരു സ്നേഹത്തിന്റെ സ്വാദുണ്ട്. എന്നാലും നന്നായി വേദനിച്ചു കേട്ടോ. ആരാടാ നിന്റെ അളിയൻ? അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മൗലടാ കനകറാണി. ഈയിടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്.